നമസ്കാരം. കേരളത്തിൽ മാത്രമല്ല മുംബൈയിലും ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ബി. കേരളത്തിൽ ചെങ്കോട്ട തകർത്ത് ബി കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്തു. മുംബൈയിലാകട്ടെ താക്കറയുടെ ആധിപത്യം അവസാനിപ്പിച്ചു. ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ നഗരസഭയായ ബ്രിഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ 3 പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന താക്കറെ കുടുംബത്തിന്റെ ആധിപത്യത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് ബി ഷിൻഡെ സഖ്യം അധികാരം പിടിച്ചടക്കിയത്. 227 വാർഡുകളിലുള്ള BMCയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 114 എന്ന സംഖ്യ മഹായുതി സഖ്യം അനായാസം മറികടന്നു. ഇതോടെ ദീർഘകാലത്തെ ഇടവേളയ്ക്കു ശേഷം മുംബൈ നഗരത്തിന് ബി ഷിൻഡെ സഖ്യത്തിൽ നിന്നുള്ള ഒരു മേയറെ ലഭിക്കും. ഈ ചരിത്ര വിജയത്തോടെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ വിസ്മയമായി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്. 2017 82 സീറ്റുകൾ എന്ന പാർട്ടിയുടെ റെക്കോർഡ് തിരുത്തിക്കൊണ്ട് ബിജെപിയെ 90 സീറ്റുകളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് കഴിഞ്ഞു. വാർഡ് തലത്തിലുള്ള കൃത്യമായ ആസൂത്രണവും വികസന അജണ്ടകളും വോട്ടർമാരെ സ്വാധീനിച്ചു എന്നാണ് ഈ ഫലം സൂചിപ്പിക്കുന്നത്. റോഡുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, ശുചിത്വം തുടങ്ങിയ നഗര പ്രശ്നങ്ങൾ ഊന്നിയുള്ള ഫഡ്നാവിസിന്റെ തന്ത്രങ്ങൾ ഫലം കണ്ടു. ശിവസേനയിലെ പിളർപ്പിനും ചിഹ്നം നഷ്ടപ്പെട്ടതിനു ശേഷം നടന്ന ആദ്യ വലിയ പരീക്ഷയിൽ ഉദ്ധവ് താക്കറെയുടെ ശിവസേന 63 സീറ്റുകൾ നേടി കരുത്തുകാട്ടി. 2017 84 സീറ്റുകളിൽ നിന്നും കുറവുണ്ടായി എങ്കിലും മുംബൈയിൽ താക്കറെ എന്ന പേരിനുള്ള സ്വാധീനം ഇല്ലാതായിട്ടില്ല എന്ന് ഈ ഫലം തെളിയിക്കുന്നു. രാജ് താക്കറെയുമായുള്ള പുനഃസമാഗമവും മറാത്തി വോട്ടുകൾ ഒരു പരിധിവരെ നിലനിർത്താൻ ഉദ്ധവിനെ സഹായിച്ചു. എങ്കിലും നഗരഭരണം കൈവിട്ടത് താക്കറെ കുടുംബത്തിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. ഔദ്യോഗിക ശിവസേനയും ചിഹ്നവും കൈവശമുണ്ടായിട്ടും മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ വിഭാഗത്തിന് 28 സീറ്റുകൾ മാത്രമേ നേടാനായുള്ളൂ എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ഭരണാധികാരം വോട്ടുകളാക്കി മാറ്റുന്നതിൽ ഷിൻഡെ പിന്നിലായപ്പോഴെന്നാണ് സൂചന. ശരത് പവാറിന്റെ NCPക്ക് BMCയിൽ ഒരു സീറ്റ് പോലും നേടാനായില്ല. അജിത് പവാർ വിഭാഗം 3 സീറ്റുകളിൽ ഒതുങ്ങി. പവാർമാരുടെ രാഷ്ട്രീയം മുംബൈ നഗരത്തിന് പുറത്തേക്ക് ചുരുങ്ങുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടത്. മുംബൈയിൽ ഒരു കാലത്ത് വലിയ ശക്തിയായിരുന്ന കോൺഗ്രസ് കേവലം 12 സീറ്റുകളിലേക്ക് കൂപ്പുകുത്തി. 2017 31 സീറ്റുകളിൽ നിന്നാണ് ഈ വൻ തകർച്ച നേരിട്ടത്. കൃത്യമായ നേതൃത്വമില്ലാത്തതും താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളുടെ അഭാവവുമാണ് കോൺഗ്രസിനെ ഇത്ര വലിയ പരാജയത്തിലേക്ക് നയിച്ചത്. രാജ് താക്കറെയുടെ MNS തങ്ങളുടെ സീറ്റുകൾ 7 നിന്നും 9 നേരിയ തോതിൽ വർദ്ധിപ്പിക്കുകയും ചെയ്തു. എന്തായാലും താക്കറയെ സംബന്ധിച്ചിടത്തോളം ഇത് ബിജെപിയുടെ ഒരു വലിയ തിരിച്ചടി കൂടിയാണ്.